4 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു പേരാണ് CJP. CJP എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ വിചാരിക്കും കോൺഗ്രസ് ജനതാ പാർട്ടി അല്ല കേട്ടോ. കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയാണ്. ഒരു പാറ്റ പാർട്ടി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഈ പാറ്റ പാർട്ടി എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് 15-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്തവരെ പാറ്റ എന്ന് അഭിസംബോധന ചെയ്തു, വിമർശിച്ചു. ഇതിനെ ചൊല്ലിയിട്ടാണ് അതേ ഒരു റിവഞ്ച് പ്രതികാര ബുദ്ധിയോട് കൂടി അഭിജിത്ത് DK എന്ന ഒരു വ്യക്തി, അയാളാണ് ഈ ഒരു പാറ്റ പാർട്ടിയുടെ സ്ഥാപകൻ. കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്നാൽ ഈ അഭിജിത്ത് DK ആരാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും ആർക്കും അറിയേണ്ട. പാർട്ടി തുടങ്ങിയ ശേഷം അതായത് 4 ദിവസത്തിലൂടെ മില്യൺ ഫോളോവേഴ്സ് ആണ് ഉണ്ടായത്. വളരെ പെട്ടെന്നാണ് ഫോളോവേഴ്സ് കൂടിക്കഴിഞ്ഞത്. അതിൽ കൂടാനായിട്ട് ഒന്നാമത്തെ കാരണം തന്നെ ഈ ഫോളോ ചെയ്തിരിക്കുന്ന ആളുകൾ, കുറച്ച് ആളുകളെങ്കിലും ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയില്ല. ഭയങ്കര PR വർക്കാണ്. എവിടെ തിരിഞ്ഞാലും CJPയുടെ ഫോട്ടോസും പാർട്ടിയുടെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഇതൊരു അൽഗോരിതം പുഷിംഗ് ആണ്. മൂന്നാമത് പറയുകയാണെങ്കിൽ ഇതിലെ ഫോളോവേഴ്സ് കൂടുതലും ബോട്ട് ഫോളോവേഴ്സ് ആണ്. ഇതിനൊക്കെയുള്ള ഫണ്ടിങ് എവിടെ നിന്നാണ്? ആർക്കെങ്കിലും ഇതിന്റെ സോഴ്സ് അറിയാവോ? ഇതൊന്നും അറിയണ്ട. അതായത് ഫോളോ ലിസ്റ്റ് കൂടുന്ന അനുസരിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ചിന്തയും കൂടി വരേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ? ഈ അഭിജിത്ത് DK പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം. ആം ആദ്മി പാർട്ടിയിലെ ഒരു അംഗമായിരുന്നു ഇയാൾ. 2020 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയാണ് ഈ അഭിജിത്ത് DK എന്ന് പറഞ്ഞ ആള്. എല്ലാം പോട്ടെ, ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് മടിയന്മാരാണ് എന്നാണ് ഇവർ ഈ പേജ് തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ. ഈ ഒരു പാർട്ടിയിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യത അത്ര വലിയ യോഗ്യതയൊന്നുമല്ല. തൊഴിൽ ഉണ്ടാവരുത്, നിങ്ങൾ ഒരു തൊഴിലും ചെയ്യരുത്. 24 മണിക്കൂറും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കണം. എന്തെങ്കിലും നിസ്സാര ഒരു വാർത്ത കിട്ടിക്കാൻ അതിനെപ്പറ്റി ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്ന് മാത്രമാണ് ഇതിന്റെ, അതായത് ആ പാർട്ടിയുടെ അംഗത്വം എടുക്കാനുള്ള മൂല കാരണം. ഇനി നമുക്ക് ഈ പാർട്ടിയുടെ മാനിഫെസ്റ്റോ കൂടി പരിശോധിക്കാം. ഈ പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭ സീറ്റ് നൽകുന്ന ഒരു പരിപാടിയുണ്ട്. അത് അങ്ങോട്ട് നിർത്തും എന്നാണ് ഇവരുടെ ആദ്യത്തെ മാനിഫെസ്റ്റോ. ഇനി രണ്ടാമത്തെ മാനിഫെസ്റ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ടുകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA വകുപ്പ് ചുമത്തും എന്നാണ്. ഇനി മൂന്നാമത്തേതോ, പാർലമെന്റിൽ അംഗസംഖ്യ കൂട്ടാതെ തന്നെ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തും എന്നാണ് ഇവരുടെ വാദം. ഇനി നാലാമത്തത്, അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് ഇവരുടെ വാദം. ഇനി അഞ്ചാമത്തെ മാനിഫെസ്റ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂറുമാറുന്ന MLAയോ MP-മാർക്ക് ആരെങ്കിലും കൂറുമാറി കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നതും ഇവരുടെ മാനിഫെസ്റ്റോയുടെ ഈ ഒരു ഭാഗമാണ്. ഇതിൽ നാലാമത്തെ ഒരു മാനിഫെസ്റ്റോ, അതായത് അദാനിയുടെയും അംബാനിയുടെയും കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഈ അദാനിയുടെയും അംബാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. ഇവിടെ നമുക്കറിയാം, അദാനിനെയും അംബാനിനെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരേ ഒരാളെ ഇവിടെയുള്ളൂ. അയാളെ പേരൊന്നും ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഊഹിച്ചെടുത്തോളൂ. അയാളാണ് ഇന്ത്യ സഖ്യത്തിന്റെ തുടക്കക്കാരും ഇപ്പോൾ ഒടുക്കക്കാരനും അദ്ദേഹം തന്നെയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതാണ് ഇന്ത്യ സഖ്യത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നമ്മൾ തമിഴ്നാട്ടിൽ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോക്രോച്ച് പാർട്ടി എന്നൊരു പാർട്ടി എല്ലായിടത്തും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാതെ അങ്ങ് പാറ്റശല്യം കൂടി കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് അങ്ങ് കളഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തെ സുരക്ഷാ സെക്യൂരിറ്റി, അതായത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ, അതായത് 15,000 മില്യൺസ് ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ 15,000-ത്തിലധികം പേര് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്ന രാജ്യത്തിന്റെ സെക്യൂരിറ്റി സുരക്ഷ എന്തായിരിക്കും? അത് കണക്കിലെടുത്തിട്ടാണ് ഇവരുടെ അക്കൗണ്ട് ഇന്നലെ കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാമതൊരു അക്കൗണ്ട് എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് വീഴ്വേത് നിരത്തായോ എന്നൊക്കെ ഡയലോഗിക്കാണ് ഇട്ടേക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പാറ്റ പാർട്ടി കേരളത്തിലും തരംഗമായി കൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം, അതായത് ഇൻഫ്ലുവൻസ്, ലെഫ്റ്റ് അനുഭാവമുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇത് അംഗങ്ങളാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഒരു പാർട്ടിയുടെ അതായത് ഫോളോ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും, വളരെ 9% മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടതാണ്. അതായത് ഒരു കേരളത്തിലെ ഇൻഫ്ലുവൻസർ ഫ്രെഡി V ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ പറഞ്ഞൊരു വാക്കുകൾ ഉണ്ടായിരുന്നു, ജനാധിപത്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇവരുടെ അക്കൗണ്ട് കളയുന്ന അത്ര ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോളോ ലിസ്റ്റ് ഉള്ളത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും, 9% മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളാണോ ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കാനായിട്ട് ഈ കോക്രോച്ച് പാർട്ടിയോട് അവതരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യം കണ്ട പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ ഫോളോ ലിസ്റ്റ് ആയിരിക്കുന്ന പാർട്ടിയാണോ പുനഃസ്ഥാപിക്കാൻ പോകുന്നത്? ഇത്രമാത്രം ഇവിടെ എന്താണ് ഇവർക്കുള്ള അസഹിഷ്ണുത? ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇത് വല്ലതും ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും
എന്തെങ്കിലും ഒരു പാർട്ടി തുടങ്ങി ആ പാർട്ടിനെ ഏറ്റുപിടിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. വല്ലാതെ അങ്ങ് പാർട്ടിശല്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റല്ല മുന്തിയിനം പല സാധനങ്ങളും ഇവിടെ എടുക്കുന്നതായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ സൂചിയാണ് എക്സ് അക്കൗണ്ട് കളഞ്ഞു പോയത്. ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടാൻ തന്നെ പോകുന്നു ഒക്കെ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഈ ഒരു പാർട്ടി അതായത് വളർന്ന് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പാരിസൺ ഒരുപാട് പ്രമുഖ മാധ്യമങ്ങൾ തന്നെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് BJPയുടെ ഫോളോ ലിസ്റ്റിനെ മറികടന്നു, കോൺഗ്രസിന്റെ ഫോളോ ലിസ്റ്റിനെ മറികടന്നു എന്നെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. ആരുടെയൊക്കെ എന്തൊക്കെ ഫോളോ ലിസ്റ്റ് മറികടന്നു പോയാലും വ്യക്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഇല്ലാതെ ഈ ഒരു പാർട്ടി എങ്ങനെ നിലനിൽക്കും? ഇവർ അധികാരത്തിൽ കയറുമെന്ന് വല്ല ഉറപ്പുണ്ടോ? പിന്നെ ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് അനുഭാവമുള്ളവരെല്ലാം അതേപോലെ ഒരു പ്രത്യേക മതക്കാരുടെ എല്ലാം ഇതിൽ അംഗമായിരിക്കും. നമുക്ക് അതിന്റെ ഫോളോ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ആരാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇത് അടുത്തൊരു ജെൻസി കലാപത്തിനുള്ള ആഹ്വാനം വരെ ആയിരിക്കാം. നമ്മൾ കണ്ടതാണ് ഒരു ജെൻസി കലാപം ഇന്ത്യയിൽ അരങ്ങേറിയതാണ്. ജമ്മു കാശ്മീരിൽ ജെൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരാളും അതേപോലെ കളത്തിൽ ഇറങ്ങിയവർക്കൊക്കെ ഇന്ത്യൻ ജെൻസി കലാപം വന്ന് അടിച്ചോടിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് ഇതൊക്കെ മനസ്സിലിരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ ഇനി ഒരു അതായത് ജെൻസി വിപ്ലവം നടത്താനായിട്ട് മുന്നോട്ട് വെക്കുക. എന്താണെങ്കിലും ഇതിനെ ഈ അഭിജിത്ത് ദീപ്കേനെ സപ്പോർട്ട് ചെയ്തിട്ട് ദുവ്രത്തി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് ദുവ്രത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും ഇന്ത്യയിലല്ല ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ ആളും ഇന്ത്യയിലല്ല ജീവിക്കുന്ന ആൾ US-ലാണ്. നമുക്കറിയാം ദുവ്രത്തി ഇവിടെ ഇന്ത്യയിലല്ല, പക്ഷേ ഇന്ത്യയിൽ വളരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ എല്ലാം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കണ്ടറിയണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി അതായത് ഈ CJP എന്നൊരു പാർട്ടി എന്നാണ് ഹിറ്റടിച്ച് സമ്പൂർണ്ണമായിട്ട് കളയുക, അല്ലെങ്കിൽ ഇവർ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.